ഓക്കെ ഓക്കെ എൻ്റെ പേര് ജാസ്മിൻ. ഞാൻ തിരുവനന്തപുരംകാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. നമ്മുടെ പിങ്ക് അവയർനെസിന്റെ ഭാഗമായാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത്, ഫ്രീ സെക്ഷൻ എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പൊ എന്താണ് പിങ്ക് ജോബ് എന്ന് വെച്ചാൽ, കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു നാപ്കിൻ ബ്രാൻഡായ ഫെയർവിങ്സ് നടപ്പാക്കുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് പിങ്ക് ജോബ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന നാപ്കിൻ ആണ്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു സ്ത്രീ അവൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു പിങ്ക് ജോബ് പ്രവർത്തിക്കുന്നത്. ഇപ്പോ ഈ ഒരു ചെറിയ ഏതൊരു സാധാരണക്കാരനും അവന്റെ കയ്യിലുള്ള തുകയ്ക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാം. നമ്മൾ എങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ നമുക്ക് ചെലവാകും. പക്ഷെ ഇവിടെ ഏതൊരു സാധാരണക്കാരനും അവന്റെ കയ്യിലുള്ള തുകയ്ക്ക് ഒരു ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് സൊല്യൂഷൻ ആണ്. മാത്രമല്ല ഇവിടെ സ്ത്രീകൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മുടെ ഈ ഒരു ബിസിനസ് നമുക്ക് റൺ ചെയ്യാം. ഇപ്പോ കർണാടക, ആന്ധ്രാപ്രദേശ്, അതുപോലെ കേരളത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. തികച്ചും സാധാരണക്കാരായ സ്ത്രീകളെ ഉന്നമനം വെച്ചുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലുടനീളം നമ്മുടെ ഈ ബിസിനസ് കൂടുതൽ കൂടുതൽ വ്യാപിപ്പിക്കണം എന്നാണ് നമ്മുടെ ആ ഒരു വിഷൻ. ദെൻ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കൊടുത്തു. ഡോക്ടേഴ്സിന്റെ ക്ലാസ്സുകൾ, വലിയ വലിയ ട്രെയിനേഴ്സിന്റെ ക്ലാസ്സുകൾ, വലിയ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ ഒക്കെ നമ്മൾ കൊടുത്തു. PCOD, അതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന രഹസ്യ രോഗങ്ങൾ, യൂട്രൈൻ ഫൈബ്രോയിഡ്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, സ്ട്രെസ് മാനേജ്മെന്റ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ സ്റ്റുഡന്റും അതുപോലെ തന്നെ പ്രശസ്തയായ ടീച്ചറും ട്രെയിനറുമായ വളരെ പ്രഗത്ഭയായ ഒരു ഗസ്റ്റിനെയാണ്, സ്പെഷ്യൽ ഗസ്റ്റിനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫാസില മാം ആണ്. അപ്പൊ ഫാസില മാമിനെ ഞാൻ പിങ്ക് അവയർനെസിന്റെ പേരിലും നമ്മുടെ പിങ്ക് ജോബിന്റെ എല്ലാ ഭാരവാഹികളുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. Hi, good afternoon everyone. Good afternoon ma'am. Okay. അപ്പൊ എല്ലാവരും ഫുഡ് കഴിച്ച് ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമില്ല, നമ്മൾ ലേഡീസിന്റെ ഒരു ഫസ്റ്റ് ടൈമിലാണ് ഇപ്പൊ എല്ലാവരും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ പക്ഷെ ആ ഒരു റെസ്റ്റിന്റെ ഒരു മുഷിഞ്ഞിരിക്കരുത്, ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കുക. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന തന്നെ നമ്മൾക്ക് എങ്ങനെയൊക്കെ എനർജറ്റിക് ആയിട്ട് നല്ല എഡ്യൂക്കേഷൻ ഒക്കെ നേടാൻ പറ്റും അല്ലെ എന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫുഡ് കഴിച്ചിട്ടുള്ള മുഷിപ്പൊക്കെ ഒഴിവാക്കി നല്ല എനർജറ്റിക് ആയിട്ട് എന്റെ കൂടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോ നമ്മള് ഇപ്പൊ സ്ത്രീകള് അല്ലെ, നമുക്ക് നമ്മുടെ കൂടെയുള്ള കുറെ ആളുകളിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പിൽ കണ്ടിട്ടുണ്ട് നമ്മൾ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ. അപ്പൊ നമ്മള് ചില ആളുകള് നിങ്ങളൊക്കെ എങ്ങനെയാ, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ജോലി ചെയ്യുന്നവര്, എങ്ങനെ സ്റ്റാഫ്, എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ സ്റ്റാറ്റസ്? ഞാൻ ട്യൂഷൻ ടീച്ചറാണ്, അതിനോടൊപ്പം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ ഒരു കമ്പനിയിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളുണ്ട്, സാധാരണക്കാരും ഉണ്ട് നമ്മുടെ ഈ ഒരു പിങ്ക് ജോബിൽ. ഓക്കെ, അപ്പൊ ഒരു ലേഡി ആണെങ്കിൽ പോലും നമ്മളുടെ ഒക്കെ ഒരു ആവശ്യമാണ്, നമുക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം, അതിന്റെ കൂടെ നല്ലൊരു ജോബ് വേണം എന്നൊക്കെ നമ്മള് ലേഡീസും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കാര്യം തന്നെയാണ്. നമ്മളില് ഡിഫറെന്റ് കാറ്റഗറീസിലാണ് നമ്മൾ ലേഡീസ് ഉണ്ടായിരിക്കുക അല്ലെ. ചില ആളുകള് പഠിച്ച ഉടനെ നന്നായി പഠിച്ച് നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ക്വാളിഫൈ ചെയ്ത് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തു, നല്ലൊരു ജോബും അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ചില ഒരു വിഭാഗം സ്ത്രീകള് നന്നായി പഠിച്ചിട്ടുണ്ടായിരിക്കാം, നല്ല ക്വാളിഫിക്കേഷനും ഉണ്ടാവും, നല്ല നല്ല മാർക്കോട് കൂടിയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിരിക്കും കയ്യിലുണ്ടായിരിക്കുക. പക്ഷെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാണ്ട് ഇരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാവും. ഫാമിലി സ്റ്റാറ്റസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അതിനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഡിഫറെന്റ് സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ അവരുടെ മനസ്സിൽ നല്ലൊരു ആഗ്രഹമുണ്ട്, എവിടെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളത്. പിന്നെ അതിന്റെ കൂടെ അവർക്ക് ഇങ്ങനെ പുറമേ നിന്ന് കുറെ കാര്യങ്ങൾ, അയ്യോ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ ഓരെന്തായി, അങ്ങനത്തെ ഒരു മൈൻഡ് കിട്ടുമ്പോൾ ഇവരൊന്നും കൂടെ ഒന്ന് ഡിപ്രസ്ഡ് ആവുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പിന്നെ ഒരു ടീമുണ്ട്, എന്തായാലും നമ്മളിപ്പോ കിച്ചണിലെ ജോലി ചെയ്യാനല്ലേ, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്, നമ്മൾ പഠിക്കുന്ന കാലത്തേ കേട്ടുണ്ടാവും അങ്ങനെ ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ പെണ്ണുങ്ങൾ കുറെ പഠിച്ചിട്ട് ഇപ്പൊ എന്താ, എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നടക്കുമോ, എന്തായാലും അവസാനം കിച്ചണില് മക്കളെ നോക്കണോ അല്ലെ, ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ടീമുണ്ട്. പക്ഷെ ഇതിൽ ഈ മൂന്നാമത് പറഞ്ഞ ആളുകൾ പറഞ്ഞത് ശരിക്കും ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?
ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളത് ജോലി നേടാം, ഓക്കെ, പക്ഷെ അതിലുപരി നമ്മളെ ലേഡീസിനെ ഒരുപാട് രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നില്ലേ ഒരു എഡ്യൂക്കേഷൻ ഉള്ള ലേഡി ആണെങ്കിൽ? എന്താ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? ശരിയാണ് മാം. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് കുട്ടിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് നമ്മൾ കാണാറുണ്ട് അല്ലെ? അപ്പൊ ഈ മൂന്നാമത് പറഞ്ഞ വിഭാഗം പറയുന്നതിൽ കുറെ മാറ്റമുണ്ട്. അത് പൂർണ്ണമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ വെറും ഒരു ജോബ് മാത്രമല്ല. ജോബ് കിട്ടിയോ, ഓക്കെ, ശരിയാണ്. പക്ഷെ ഒരു സ്ത്രീയെ നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ട് അതൊരു ഫാമിലിയിലെ നമ്മൾ പടുത്തുയർത്താൻ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊരു ഫാമിലിയാണ് നമ്മൾ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു സ്ത്രീയുടെ എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പൊ ജെൻസിനാണെങ്കിൽ ആൺകുട്ടികൾക്ക് കുറെ ക്യാഷ് ഒക്കെ മുടക്കി നല്ല ജോലിയൊക്കെ കൊടുക്കാം. പക്ഷെ അതോടൊപ്പം അതേ സ്ഥാനം പക്ഷെ ഇന്നത്ര നമ്മൾ കാണുന്നില്ല. എന്നാലും ഇപ്പോഴും നിലനിൽക്കുന്ന വീടുകൾ ഒരുപാടുണ്ട്. പഠിച്ചിട്ട് വീട്ടിൽ നിൽക്കുന്ന മക്കളും ഒരുപാടുണ്ട്. അപ്പൊ എന്നാലും ഇനിയും അതിൽ അവെയർ ആവാത്ത ഒരുപാട് പാരന്റ്സും അതുപോലെ പഠിച്ചിട്ട് പുറത്ത് എങ്ങനെയൊക്കെ അതിനെ ചലഞ്ച് ചെയ്ത് പുറത്ത് വരാൻ പറ്റുമെന്ന് പ്രയാസപ്പെടുന്ന കുറെ ആളുകൾ ഇന്നും ഉണ്ട്. അപ്പൊ നമ്മള് എന്താണ് നമുക്ക് എഡ്യൂക്കേഷൻ തന്നതുകൊണ്ട്, ഒരു ലേഡിക്ക് എഡ്യൂക്കേഷൻ കൊടുത്തത് കൊണ്ട് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് ആദ്യം നോക്കാം. എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടോ? ഒരു സ്ത്രീക്ക് ഇപ്പൊ എഡ്യൂക്കേഷൻ കിട്ടിയോന്നുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ജീവിതത്തിൽ ഒരുപാട് തലങ്ങൾ ഫേസ് ചെയ്യേണ്ടതാണ്. ഭാര്യയാവണം, അമ്മയാവണം, മരുമകളാവണം, പല സ്റ്റേജുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ തികച്ചും ഡിഫറെന്റ് ആയിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച്. എല്ലാ തലങ്ങളും എന്താ പറയാ നല്ല രീതിയിൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, സ്വയം തീരുമാനം എടുക്കാൻ പറ്റും അല്ലെ? നമുക്കൊരു ബോൾഡ്നെസ് അല്ലെ, നമുക്ക് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒരു സ്ത്രീക്ക് എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ പറഞ്ഞാല് നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസ്, ഹെൽത്ത് സ്റ്റാറ്റസ് അല്ലെ, നമ്മുടെ ഫാമിലി, സോഷ്യൽ ആയിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ്, ഇതിലൊക്കെ നമ്മള് ഒരുപാട് രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് പറഞ്ഞു എക്കണോമിക്കൽ സ്റ്റാറ്റസ്. നമ്മുടെ ഫാമിലിക്ക് നമുക്കൊരു എക്കണോമിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഇന്ന് നമുക്കറിയാം നമ്മുടെ എല്ലാ വീടുകളിലും 2 or 3 മക്കളുണ്ടെങ്കിലും നമുക്ക് എന്താണ് ഇവരുടെയൊക്കെ എഡ്യൂക്കേഷൻ, പിന്നെ അങ്ങനെ ഒരുപാട് നമുക്ക് ഇൻകം എത്ര ഉണ്ടെങ്കിലും അതിനും ഉപരി നമുക്ക് ഒരുപാട് സ്പെൻഡിങ് വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു എക്കണോമിക്കൽ സപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. പിന്നെ ഇപ്പം മറ്റുള്ള കൺട്രിയെ പോലെ തന്നെ ഫാദറും മദറും ഏൺ ചെയ്യേണ്ട ഒരു ടൈമായി മാറി വരികയാണ് നമ്മുടെ കേരളം ആണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ പോലും. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ബാഹ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് ആണ് അത്, എക്കണോമിക്കൽ സപ്പോർട്ട്. പക്ഷെ അതിലുപരി നമുക്ക് ഒരുപാട് ഹെൽത്ത്, ഒരു ഫാമിലിയുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സ്ത്രീക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ആരോഗ്യപരമായ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഒരു ഫാമിലിയുടെ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും എല്ലാ രീതിയിലും കുട്ടികളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ വാക്സിന്റെ കാര്യം, വാക്സിന് പല ആളുകൾക്കും ഡിഫറെന്റ് ടൈപ്പാണ് അതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. എന്നാലുപരി നമ്മളിപ്പോ പോളിയോ വാക്സിൻ ഒക്കെ കൊടുക്കുന്ന കുട്ടികൾ, അപ്പൊ ചില ആളുകൾ അതിന് കൊടുക്കാണ്ട് മാറി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അത് എന്തിനു വേണ്ടിയാണ്, അതിനെക്കുറിച്ചുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു എഡ്യൂക്കേറ്റഡ് ആയ ലേഡിക്ക് കംപ്ലീറ്റ് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാര്യങ്ങൾ, കുട്ടികളെ ഇപ്പൊ ഗർഭത്തിലാവുന്ന സമയത്ത് പോലും കുട്ടികൾക്ക് കൊടുക്കേണ്ട, നമ്മളറിയാം ആ ഒരു ഗർഭിണിയായ സ്ത്രീ ഏത് രീതിയിൽ ആ ഒരു 9-10 മാസം കവർ ചെയ്യണം എന്നൊക്കെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ട് ലേഡി അറിയുന്ന അത്ര, പക്ഷെ ഒരു വിദ്യാഭ്യാസം അത്ര കിട്ടാത്തൊരു സ്ത്രീക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ആ സമയത്ത് നമ്മുടെ കുഞ്ഞിനെ ഏതൊക്കെ രീതിയിൽ പരിചരിക്കണം, പിന്നെ വളരെ കുഞ്ഞാവുന്ന സമയത്ത് ഏതൊക്കെ രീതിയിൽ ഒരു പാരന്റ് കുഞ്ഞിന് എന്തൊക്കെ കെയറിങ് കൊടുക്കണം എന്നൊക്കെ ഒരു ലേഡിക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ അവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഒരു ആവശ്യമില്ലാത്ത കുറെ കെയറിങ്സ്, ആ കുട്ടികളുടെ ഡെവലപ്മെന്റ്സിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട ഇൻഡിപെൻഡൻസി, ഇതൊക്കെ ഇവര് ചെയ്ത് മറ്റുള്ളവർ ചിന്തിക്കുക അവര് ഒരുപാട് സ്നേഹം കൊടുത്തിട്ട് മോശമാക്കുന്നതിലുപരി അവരെ എന്താ പറയാ കെയറിങ് കൊടുത്തിട്ട് അവരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്.
പിന്നെ നമ്മുടെ വരുന്നതാണ് ശൈശവ മരണ നിരക്ക് അല്ലെ. പഴയ കാലത്തൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ കുറെ ആളുകൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് എന്തിന് ഒരുപാട് ഹെൽത്ത് ആയിട്ടുള്ള കുറെ ഡെവലപ്മെന്റ്സ് നമുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഡെവലപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മക്കളെ ഏത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കാനുള്ള ഒരു തന്റെ ഇടം അതിന് മുന്നോട്ട് വന്ന് സ്ത്രീകൾ ഇപ്പം ചിലപ്പോൾ നമ്മളെ ആണുങ്ങൾക്ക് തന്നെ എല്ലാ സമയത്തും നമ്മുടെ കൂടെ വരാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മൾ ബോൾഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇറങ്ങി അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു ഫാമിലിയിൽ നമുക്കൊരു ത്രാണിയായിട്ട് നിൽക്കാൻ പറ്റും. നമ്മളറിയാം ഒരു അമ്മ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, പല രീതിയിൽ ഒരു ടീച്ചറാണ് ഒരു അമ്മ അല്ലെ, ഒരു ഡോക്ടറാണ്, ചില സമയത്ത് നഴ്സാണ്. അങ്ങനെ ഡിഫറെന്റ് ജോബാണ് ഒരമ്മ ഒരു ദിവസം മാറി മാറി വരുന്നത്. ഡിഫറെന്റ് ഫേസ് ആണ് ഒരു അമ്മക്ക് കാണിച്ചു കൊടുക്കുന്നത് ഒരു ദിവസത്തില്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നല്ലൊരു അമ്മയായിട്ട് മാറാൻ ഇവർക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നതാണ് കുറ്റകൃത്യങ്ങൾ. ഇപ്പോ ആവശ്യമില്ലാത്ത കുറെ പ്രശ്നങ്ങൾ, അപ്പൊ അത് എന്താ പറയാ, നമ്മൾ ലീഗലി ആയിട്ട് കുറെ കാര്യങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ അറിയാൻ പറ്റൂ. ചെറിയ ചില ഫാമിലി ഇഷ്യൂസ് ആണെങ്കിലും അതിന് നമ്മൾ ബോൾഡായി നിന്നാൽ മാത്രമേ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് വിജയം ഉണ്ടാവും. അപ്പോൾ അത് ശരിയോ തെറ്റോ എന്നല്ല, ചില പല സ്ത്രീകളും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ശരിക്കും ഇവര് വീണ്ടും എന്ത് ചെയ്യും, താന്നു കൊടുത്തിട്ട് പോകുന്നുണ്ടായിരിക്കും. പക്ഷെ കുറച്ച് പേരൊന്ന് ബോൾഡായി നിന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും നല്ലൊരു ഫാമിലി സ്റ്റാറ്റസിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. പെട്ടെന്ന് തന്നെ തളരാണ്ട് അത് ലീഗലി അതിന് ഇമ്പോർട്ടൻസ് കാണിച്ചു പോകാനുള്ള ഒരു നോളജും കാര്യങ്ങളും ഒക്കെ സ്ത്രീകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറെ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും. പിന്നെയാണ് നമ്മുടെ ഇനീക്വാലിറ്റീസ്. അതായത് നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ നിന്ന് പഴയ വീടുകളിലൊക്കെ പൊതുവായിട്ട് കേൾക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ, ആൺകുട്ടികൾക്ക് ആണുങ്ങൾ ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പൊരിച്ച മീനൊക്കെ ഉണ്ടെങ്കിൽ അത് ആണുങ്ങൾ വരാനുണ്ട്. ഇപ്പൊ അത് കുറെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇന്ന് കുറെ മാറ്റമുണ്ട്. അപ്പൊ അതിനൊക്കെ ചോദ്യം ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഒരു ത്രാണി ഇന്ന് കുട്ടികൾ കുറെ അക്വയർ ചെയ്തിട്ടുണ്ട്. പാവം പെണ്ണുങ്ങൾ, അന്നത്തെ പെണ്ണുങ്ങൾ അത് എടുത്തു വെച്ച് കാത്തിരിക്കും. ഇവര് പുറത്തുനിന്ന് വയർ നിറച്ച് കഴിച്ചു വരുന്നവരാകും അല്ലേ. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ പെൺകുട്ടികൾ പറഞ്ഞാൽ അവര് പുറത്തത്തോ ഒരുക്കും അകത്തത്തോ ഒരുക്കും, നമ്മൾക്ക് എന്താന്നുള്ളൊരു രീതിയിൽ ചോദിക്കാൻ തുടങ്ങും. പക്ഷെ അങ്ങനെ ആ ഒരു രീതിയിൽ വായ ഓപ്പൺ ആക്കാനുള്ള ഒരു ബോൾഡ്നെസ് ഇവർക്ക്, നമ്മൾ വെറുതെ പറഞ്ഞ് പ്രശ്നമാക്കണം എന്നല്ല, ചെറിയ രീതിയിൽ അതിനെ പറഞ്ഞിട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവ്, എന്താ പറയാ, അതിനെ വായ തുറന്ന് സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി ലേഡീസ് അക്വയർ ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ പഴമ കേട്ട് 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 ഇങ്ങനെ വരികയാണ് ഇവര്. അത് ശരിയാണ് എന്ന് എന്താ പറയാ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് വന്നിരുന്ന ഒരു കാലത്ത് നിന്ന് മാറിയിട്ട് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി അല്ലേ. അപ്പൊ ഈ ഒരു ഇനീക്വാളിറ്റിയെ മാറ്റി എഴുതാന്, ഇനി എല്ലാ കാര്യം നമ്മൾ ഇക്വാളിറ്റി വേണമെന്നല്ല, ഫെമിനിസം അല്ല, പക്ഷെ നമ്മൾക്ക് കിട്ടേണ്ട കുറച്ച് അവകാശങ്ങളുണ്ട്. അത് വാങ്ങിക്കാനുള്ള ഒരു ത്രാണി നമുക്ക് അതിലൂടെ നേടിയെടുക്കാൻ പറ്റും. പിന്നെയാണ് സ്ത്രീ ശാക്തീകരണം, അതായത് വിമൺ എംപവർനെസ് അല്ലെ. സ്ത്രീകൾക്ക് ഏതൊക്കെ രീതിയിൽ നമ്മുടെ വിമൻ എംപവർനെസ്, നമുക്ക് ഏതൊക്കെ രീതിയിൽ ബോൾഡായിട്ട് മുന്നേറാൻ പറ്റും, അതുപോലെ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ട് മറ്റുള്ള സ്ത്രീകൾക്കും കൂടെ ഇങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻസ് കൊടുത്തിട്ട് വരാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം നമ്മളെ പോലെ പുറകോട്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും അവർക്കും കൂടെ അതിനുള്ള ഒരു ഹെൽപ്ഫുൾ മെന്റാലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നമുക്കറിയാം, നമ്മുടെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലെ. അപ്പോ ചില പാരന്റ്സിന് ഇവര് ഫിസിക്കലി അവർ നല്ല ഫുഡെല്ലാം കൊടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് ഒരു മെന്റൽ ഹെൽത്ത് നല്ല രീതിയിലുള്ള വീട്ടിലൊരു എൻവിറോൺമെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ
സോറി കേട്ടോ, ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലെ. അപ്പൊ അമ്മമാര് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നല്ല ഉഷാറായിരിക്കും. പക്ഷെ വീട്ടിലൊരു നല്ലൊരു മെന്റൽ സ്റ്റാറ്റസ്, മെന്റൽ ഹെൽത്ത് കിട്ടാനുള്ള ഒരു എൻവിറോൺമെന്റ് വീട്ടിലാർക്കും പാരന്റ്സിന് സൃഷ്ടിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഇപ്പൊ പാരന്റ്സ് തമ്മിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണെന്നുണ്ടെങ്കിലും, പിന്നെ അതുപോലെ ചില വീട്ടിൽ ഗ്രാൻഡ് പാരന്റ്സ് മദർ ഇൻ ലോ നിൽക്കുന്ന വീടുകളാണെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ്. അപ്പൊ ഇത് ഇവരുടെ ഈ മക്കളെ മെന്റലി എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ചില ലേഡീസിന് അറിയില്ല. അപ്പൊ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് ഈ മക്കൾ ഇങ്ങനെ പഠിക്കുക, പക്ഷെ ഇവരുടെ ക്യാരക്ടറും ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ എന്തുണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവര് ഫിസിക്കലി മക്കൾക്ക് നല്ല ഫുഡും എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഈ പാരന്റ്സ് കൊടുക്കുന്ന ഈ ഒരു ലേഡി കൊടുക്കുന്ന ഇൻകം എന്നുള്ളത് വളരെ മോശമായിരിക്കും. അപ്പൊ അത് ഈ കുട്ടിയുടെ സോഷ്യൽ ലൈഫ് ആണെങ്കിലും മറ്റ് മെന്റൽ ഹെൽത്തിനാണെങ്കിലും നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു എഡ്യൂക്കേറ്റഡ് ലേഡി ആണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കുറെ അവർക്ക് മാറി നിൽക്കാൻ പറ്റും. അതൊക്കെ ഒരു അതിന് ജനറലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യാൻ ഒരു ലേഡിക്ക് സാധിക്കും. പിന്നെ കുറെയൊക്കെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും എന്താ പറയാ ഒഴിവാക്കിയിട്ട് മുന്നേറാനുള്ള, പിന്നെ എന്താ പറയാ നല്ല എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പിന്നെ ജോലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് മാക്സിമം ഇങ്ങനെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള സമയമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പം ഒരുപാട് അത്തരം പ്രശ്നങ്ങളും മാറി വരുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മക്കൾ അത് എഫക്ട് ചെയ്യാത്ത രീതിയിൽ, മക്കൾ അറിയാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനും ഇവർക്ക് സാധിക്കും. പിന്നെ വരുന്നതാണ് നമ്മള് ശൈശവ വിവാഹം അല്ലെ. കുറച്ച് മുൻപൊക്കെ നമുക്കറിയാം, ഒരു 10 വർഷം മുൻപാണെങ്കിൽ ഒരു SSLC കഴിഞ്ഞ് +1 എത്തുമ്പോഴത്തേക്ക് നമ്മുടെ മക്കളെ കല്യാണം കഴിക്കുകയായിരുന്നു. അതൊരു 16 വയസ്സ് 18 വയസ്സ് 20 വയസ്സായി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അല്ലെ, ഭയങ്കര ഒരു എന്തോ ഭയങ്കര ഒരു ഇതായിരുന്നു. ഇനിയിപ്പം ആളെ കിട്ടുമോ കെട്ടാൻ എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു മോശമായ രീതി സംസാരം. പക്ഷെ ഇന്ന് അവിടെ നിന്ന് മാറി, മക്കൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് തുടങ്ങിയപ്പോ ഇപ്പൊ ഒരു ഏകദേശം 18 വയസ്സ് മിനിമം അവിടെ ഒരു ഏജ് ലെവല് ഗവൺമെന്റ് റൂൾ കൊണ്ടുവന്നു. എന്നാലും 18 കഴിഞ്ഞിട്ട് ഇനി 20, 22 വയസ്സിലൊക്കെയാണ് ലേഡീസ് കല്യാണം കഴിക്കുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് എന്ത് എഡ്യൂക്കേഷൻ നേടാനുള്ള ഒരു സമയവും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ലേഡിക്ക് കുറച്ചൊരു മെച്യൂരിറ്റി എത്തിയിട്ട് ഉള്ള ഒരു മാരേജ് ആവുമ്പം കുഞ്ഞിനെ നോക്കാനാണെങ്കിലും ഫാമിലി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് ഇവർക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നല്ലൊരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പക്വത, ഒരു മെച്യൂർഡ് ആവുന്നുണ്ട് ഇവിടെ. പിന്നെ നമുക്കറിയാം ഇന്ന് സോഷ്യൽ ലൈഫൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കുട്ടികളിൽ കുറെ ഇൻമെച്യൂർഡ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അതിലുപരി നമ്മൾ ഒരു നോർമൽ ഗേളിനെ വെച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മെച്യൂർഡ് ആയിട്ട് അവർക്കൊരു കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ഒരു മാനസിക രീതിയിൽ എത്തിയതിനു ശേഷമാണ് മിക്ക കുഞ്ഞുങ്ങളും ഇന്ന് കല്യാണം കഴിക്കുന്നതും അവർക്ക് പിന്നെ അവരുടെ അതുപോലെ തന്നെ ഒരു ഫാമിലി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഒക്കെ അവരിൽ എത്തുന്നുണ്ട്. ആദ്യം അങ്ങനെയല്ല, എന്താണ് ഫാമിലി ഒന്നും അറിയില്ല, നേരത്തെ അങ്ങ് പിടിച്ച് കെട്ടിക്കും. പിന്നെ അവിടെ എത്തിയതിനു ശേഷമാണ് ഇതൊക്കെ അല്ലെ കൊച്ചിലെ, അത് മാത്രമല്ല വീട്ടിലെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും പിന്നെ ആരുടെ ഈ ഒരു ഡോട്ടർ ഇൻ ലോക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ അവളൊരു വീട്ടമ്മയായി, ഒരു കുഞ്ഞു പ്രായത്തിലാണ് ഒരു വീട്ടമ്മയാവുന്നത്. അപ്പൊ അതിന്റെ ഒരു മാനസിക പ്രശ്നങ്ങളും പിന്നെ അതിന്റെ കൂടെ ഒരു കുഞ്ഞ് വരുമ്പോഴുള്ള പ്രശ്നവും എല്ലാം കൂടെ ഈ പെണ്ണിനെ നല്ല രീതിയിൽ ബാധിക്കും ആ സമയത്ത്. പക്ഷെ എഡ്യൂക്കേറ്റഡ് ആവുമ്പോൾ പിന്നെ അവർക്ക് അത്യാവശ്യം പഠിച്ച് ഇനി ഏത് സമയത്തും അവർക്ക് വീണ്ടും പഠിത്തം കൊണ്ടുപോകാനുള്ള ഒരു രീതിയിൽ എത്തിയതിനു ശേഷമാണ് മാരേജ് എന്നുണ്ടെങ്കിലൊക്കെ കുറെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പെണ്ണുങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു എക്കണോമിക്കൽ സപ്പോർട്ടിന്റെ കാര്യം അല്ലെ. അപ്പൊ അത് നമുക്കൊരു വളരെ ബാഹ്യമായിട്ട് പറയാൻ പറ്റിയ കാര്യം. അതാണ് എല്ലാവരും ഒറ്റയ്ക്ക് പറയാം. നമ്മളാണെങ്കിലും വീട്ടിൽ നിന്ന് ഇപ്പം പുറത്ത് പഠിക്കുന്ന കാര്യം വീട്ടിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ തന്നെ ആദ്യം നമ്മളോട് പറയണ്ട, ഇന്നിപ്പോ ഇന്റെ ക്യാഷിൽ ജീവിക്കാനൊക്കെ നിന്നും കൂടെ നോക്കാനുള്ളൊരു ക്യാഷ് എന്റെ കയ്യിലുണ്ട്, നീ പഠിക്കൊന്നും വേണ്ട അല്ലെ. പക്ഷെ അവിടെ പഠിത്തം കൊണ്ട് ഈ ഒരു ക്യാഷ് കിട്ടുന്നത് മാത്രമല്ല, അത് നമ്മുടെ ഫാമിലിക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ ഉള്ളവർക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ കൂടെ തന്നെ ആണെങ്കിൽ മറ്റൊരു ബെനിഫിറ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഏത് രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം, അവരെ ഏത് റൂട്ടിൽ കൊണ്ടുവന്നാല് അവർക്ക് നല്ല ജോബ്, നല്ല കൾച്ചറിലൂടെ അവർ മുന്നോട്ട് വരും എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കൂടെ കുറെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കും അല്ലെ.
അപ്പൊ അതില് ഇപ്പൊ നല്ല എഡ്യൂക്കേറ്റഡ് ഫാമിലി എന്ന് വന്നവരാണെങ്കിൽ അവർ പഠിച്ച് ആ ഒരു പിന്നാലെ തന്നെ അവർക്ക് ഏത് റൂട്ടിലൂടെ പോകണമെന്ന് പറഞ്ഞു കൊടുക്കാൻ അവരുടെ പാരന്റ്സിന് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു എഡ്യൂക്കേറ്റഡ് അല്ല, ഒരു നോർമൽ ലൈഫിൽ ഒരു നോർമൽ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സിന് അത്ര ഇത് ഏത് രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം പറയാം. എന്റെ കൂടെ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ നോർമൽ ഫാമിലിയാണ്. പിന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള സാധാ ജോലി ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഉദ്യോഗങ്ങളൊരൊന്നുമല്ല. അപ്പോ എന്റെ പാരന്റ്സിന് ആർക്കും അറിയാം. എന്റെ ഉമ്മ 7 വരെ പഠിച്ചു, ഉപ്പ 10 വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും എന്ത് പഠിച്ചാൽ എന്താകുന്നോ, ഇനി ഒരു ടീച്ചർ ആവാൻ എന്തൊക്കെ പഠിക്കണമെന്നോ ഇതൊന്നും പറഞ്ഞുതരാൻ ഇവർക്ക് അറിയില്ലായിരുന്നു. നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തണമായിരുന്നു അതെല്ലാം. പക്ഷെ എന്റെ കൂടെ എന്നാല് എന്റെ ഒരു ഫ്രണ്ടും ഒക്കെ അവരുടെയൊക്കെ പാരന്റ്സ് ഒരാൾ ടീച്ചറാണ്, പിന്നെ മറ്റൊരു HM ആണ്. അങ്ങനെയൊക്കെ ഉള്ളവര് അവര് പഠിച്ച് നമ്മൾ പഠിച്ചിറങ്ങി ഉടനെ തന്നെ എന്ത് ചെയ്തു അവരൊക്കെ ജോലിയിൽ കയറാം. പക്ഷെ അവർക്ക് എന്ത് ഡിഗ്രി കഴിഞ്ഞു, അതിന്റെ PG കഴിഞ്ഞു, BEd കഴിഞ്ഞു, ഇതൊക്കെ അവർ കണ്ടിന്യൂസ് ആയിട്ട്. നമ്മൾ എന്ത് ചെയ്തു, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാവരും വരുന്ന പോലെ നമ്മൾ ഇങ്ങനെ ഡിഗ്രി ചെയ്തു, BA. ഒരു ലേഡീസിന് അത്രേ ഉള്ളൂ എന്നുള്ളത് മാത്രം നമ്മൾ മാറ്റി ചിന്തിക്കുന്നില്ല. പക്ഷെ കൂടെയുള്ളവർ പലരും MCA ചെയ്തവരുണ്ട്. അപ്പൊ ഇവർക്ക് എന്താ അതൊക്കെ ചെയ്തിട്ട് എന്താണ് അതിന്റെ ബെനിഫിറ്റ്? ഇനി അല്ലെങ്കിൽ നല്ല ഒരു പല മൈക്രോബയോളജി ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞു കൊടുക്കാൻ ഈ എഡ്യൂക്കേറ്റഡ് പാരന്റ്സിന് സാധിക്കും. ഇനി അവർക്ക് അറിയില്ലെങ്കിലും, ഇനി അവർക്കത് അറിയുന്നുണ്ടെങ്കിലും സൗണ്ട് കേൾക്കുന്നില്ല, സ്റ്റക്ക് വരുന്നുണ്ടോ? ഇല്ല ക്ലിയർ ആണ്. ഓക്കെ. ഒരു മെസ്സേജ് കണ്ടു, ഞാൻ മ്യൂട്ട് ചെയ്ത് ഓണാക്കി വിട്ടുപോയി. ഓക്കെ. അപ്പോ നന്ദി. ഈ പാരന്റ്സിന് ഡയറക്റ്റ് അത് അറിയുന്നില്ലെങ്കിലും അവരുമായി റിലേറ്റ് ചെയ്തവരോട് അന്വേഷിച്ച് ഇതൊരു ഗേൾസിനെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഏത് റൂട്ടിലൂടെ കൊണ്ടുവരണം, അവർക്ക് എങ്ങനെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനും ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗേളിന് സാധിക്കുന്നുണ്ട്. അത് എന്നാല് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ എന്ന് വെച്ചാല് പിന്നെ അതിന്റെ ഇടയിൽ ഗ്യാപ്പ് വന്ന് വീണ്ടും നമ്മൾ അതല്ല അവിടെ തന്നെ എത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നേടിയെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരാം. പക്ഷെ നമ്മൾക്ക് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അതിനോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു നോർമൽ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ രീതിയിൽ എത്ര മക്കൾ നന്നായി പഠിക്കുന്നുണ്ടെങ്കിലും അത് ഏത് രീതിയിൽ അവരെ നയിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ പാരന്റ്സ് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബെനഫിറ്റ്സ് എല്ലാം നമ്മൾ നേടിയെടുക്കുന്നുണ്ട് ഒരു എഡ്യൂക്കേഷനിലൂടെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വിഭാഗം പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അവര് പറയുന്നതിൽ കുറെ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ലാസ്റ്റ് പറഞ്ഞ വിഭാഗം അവര് എന്താവും പഠിച്ചിട്ട് കിച്ചണിൽ നിൽക്കാൻ. പക്ഷെ കിച്ചൺ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ലേഡി പഠിക്കുന്നത് ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ലൈഫിൽ എവിടെ വെച്ചും എന്തും സംഭവിക്കാം. നമ്മൾ ആരും ഒന്നും ഗ്യാരണ്ടി ഇല്ല. വീട്ടിലെല്ലാ മെഷീൻസിനും ഗ്യാരണ്ടി ഉണ്ട്, നമുക്ക് ആർക്കും ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പോ ലൈഫിൽ എവിടെയെങ്കിലും നമ്മൾ ഒരു തനിച്ചാവുന്ന സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫിസിക്കലി ആയിട്ട് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. ഫിസിക്കലായിട്ട് എന്തും വലിയ വെയിറ്റ് എടുക്കുന്ന ജോലിയും എല്ലാ ജോലികളും ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞാല് ലേഡീസ് എപ്പോഴും സെക്യൂർ ആയിട്ടുള്ള ജോലിയെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നെ ഒന്നും അൺമ്യൂട്ട് ചെയ്യാം. ദിവ്യ മേഡത്തിന് ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ. അപ്പൊ ഇങ്ങനെ ലൈഫിൽ എവിടെയെങ്കിലും നമ്മൾ തനിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ കോഴ്സോ ഡിഗ്രിയോ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് വെച്ച് പറ്റില്ലെങ്കിലും നമ്മൾക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് അതിജീവിച്ചിട്ട് മുന്നോട്ട് വരാൻ പറ്റും. ആ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്ത് നമുക്കൊരു ജോലി നേടിയിട്ട് നമ്മുടെ ഫാമിലിയെ നമുക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു ജോലി ഇല്ലാണ്ട് ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആളുകൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ഉണ്ടായിരിക്കും. പക്ഷെ അതിനൊക്കെ ഉപരി നമ്മുടെ കയ്യിൽ കാശ് കിട്ടി നമ്മളെ ഫാമിലിയെ നമ്മൾ തന്നെ കെയർ ചെയ്യുമ്പോൾ അത് വേറെ ഒരു ഇൻഫ്ലുവൻസ്, വേറൊരു സ്റ്റാറ്റസ് ആണ് അതിനുള്ളത്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരാം. എല്ലാവരും പടച്ചറപ്പ് കാക്കട്ടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു സമയം ആരെങ്കിലും മുന്നിൽ വന്നിട്ട് നമ്മളൊക്കെ ഒരുപാട് ലേഡീസിനെ കണ്ട് കാര്യം കൊണ്ട് പറയാണ്, ഇവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ജോലി നേടിയിട്ട്
ആ ഫാമിലി അവർക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾക്ക് ഉണ്ടാവുന്ന ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഉണ്ടായിരിക്കാം. പിന്നെന്ന് പറഞ്ഞാല് നമ്മൾ ഇനി പാതി വഴിയിൽ ഇപ്പൊ പഠിത്തം നിർത്തിയ കുറെ ആളുകൾക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ. പക്ഷെ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളില് എനിക്ക് പഠിക്കണം, എനിക്ക് എന്റെ പാഷനിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഇനിയിപ്പൊ നേടാൻ പറ്റുമോ? ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നും ഇത്രയും ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്നിട്ട് ഞാൻ പഠിച്ചില്ലല്ലോ. ഞാൻ അന്ന് ചില ക്ലാസ്സിൽ നല്ല ടോപ്പായവരായി പഠിച്ചവരായിരിക്കാം, പക്ഷെ അവരെ കൂടെ തീരെ പ്രമോഷൻ പഠിച്ചവരൊക്കെ ഇന്ന് നല്ല ജോലിയിൽ നിൽക്കുന്നത് നമ്മൾ വഴിയിൽ നിന്ന് ഇവിടുന്നൊക്കെ നമ്മളെ ഫ്രണ്ട്സിനെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ അറിയാറുണ്ട് അല്ലെ. ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കര സങ്കടങ്ങളും പ്രശ്നം അല്ലെ. ഞാൻ അന്നൊക്കെ പഠിച്ചു, പക്ഷെ ഇന്ന് ഞാൻ അതൊന്നും ആയില്ലല്ലോ, എന്റെ പാഷനിൽ എനിക്ക് എത്താൻ പറ്റിയില്ല എന്ന് ടെൻഷൻ അടിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും. ഉണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മള് എങ്ങനെ ഇനി മുന്നോട്ട് പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് പഠനം എന്നുള്ളത് ലൈഫിൽ ഏത് സമയത്തും പോസിബിൾ ആണ്. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ഓൺലൈൻ ആയിട്ട് പുറത്തൊന്നും പോവാതെ ഈവൻ നമ്മുടെ വീട്ടിലുള്ളവർ പോലും അറിയാതെ തന്നെ നമുക്ക് ഓക്കെ, വീട്ടിലുള്ളവർ പോലും അറിയാതെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നമുക്കുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന് വേണ്ടത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ്, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള നല്ലൊരു മൈൻഡും വേണം. എനിക്ക് പഠിക്കണം, ഞാൻ പഠിച്ചത് നേടും എന്ന ഒരു താല്പര്യം നമ്മുടെ മനസ്സിൽ വന്നാൽ അത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നേടാനുള്ള ഒരു മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ, നമുക്ക് ഏതൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വെക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകൾക്ക് ഒരുപാട് ഓൺലൈൻ ആയിട്ട് പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവാം. ചില സമയം നമുക്ക് വീട്ടിലെ റെസ്പോൺസിബിൾ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ലേഡീസ് മാക്സിമം റെസ്പോൺസിബിൾ ഇപ്പം ഞാനൊക്കെ ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തത് വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ, ജോയിന്റ് ഫാമിലിയാണ്, പക്ഷെ മിക്ക കാര്യങ്ങളും നമ്മുടെ അടുത്താണ് ചോദിക്കുക. അപ്പൊ അത് ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പൊ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പഠിച്ച ഒരാൾ ഞാനാണ്. അപ്പൊ എന്ത് കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ വന്ന് ചോദിക്കും. ഇപ്പൊ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അപ്പൊ അതാണ് എക്സ്ട്രാ അങ്ങനത്തെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഉള്ള സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് നമ്മുടെ ഫ്രീ ടൈം, നമ്മൾ റെസ്റ്റ് എടുക്കുന്ന കുറച്ച് സമയം ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യാം, പഠനത്തിന് വേണ്ടിയിട്ടും നമ്മൾക്ക് വേണ്ടിയിട്ടും മാറ്റിവെക്കാം. അതിലൂടെ നമുക്ക് നല്ല ഒരു സന്തോഷവും ഉണ്ടാവും. കാരണം നമ്മളിപ്പോ വീട്ടിൽ എത്ര ജോലി ചെയ്താലും നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ. അവസാനം എന്താ പറയാ, ലാസ്റ്റ് വീട്ടിൽ നമ്മൾ രാവിലെ ഒരു 6 മണി അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പ് വരുന്നവരുണ്ടായിരിക്കും ചിലവർ അത് കഴിഞ്ഞിട്ട് വരുന്നവരാവും. ഏകദേശം ഒരു 5 to 7 ഒരു ലേഡി അവരുടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനം ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാ? ഒരു 11-12 ഇടയിൽ അല്ലെ. അതുവരെ ഒരു ലേഡി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിന് ലാസ്റ്റ് നമുക്ക് ഇൻകം ഒന്നുമില്ല, മന്ത്ലി സാലറി ഒന്നുമില്ല. പക്ഷെ നമ്മൾ അതൊന്നും നമുക്ക് വേണ്ടെങ്കിലും മനസ്സറിഞ്ഞ് നല്ലൊരു ടോക്ക്, നല്ലൊരു സംസാരം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതും ഉണ്ടാവുന്നില്ല. ഞാൻ എല്ലാ ഫാമിലിയുടെ കാര്യമല്ല പറയുന്നത്, ഇപ്പൊ കുറെ മാറിയിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഇന്ന് ഒരു ഇതിനൊക്കെ കൂടിയിട്ട് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ഇന്ന് അത് ചെയ്തില്ലേ എന്നൊരു ചോദ്യമേ ചോദിക്കുള്ളൂ അല്ലെ. അപ്പൊ അതിലൂടെയല്ല നമുക്ക് എന്തായാലും സന്തോഷത്തിന് ഒരു പരിധിയുണ്ട്. വീട്ടിലെ ജോലി എത്ര ചെയ്തിട്ടും നമുക്ക് കിട്ടുന്ന സന്തോഷത്തിന് ഒരു പരിധിയുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് സമയം നമ്മളെ പഠിത്തത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതൊരു കാര്യം, നമ്മൾ ഒരു പുതിയൊരു നോളജ്, പുതിയൊരു സ്കില്ല് നമ്മൾ നേടിയെടുക്കും. ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ അതിലൂടെ നന്നായിട്ട് നമുക്ക് അതെന്താ പറയാ, നമ്മൾ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. അതിലൂടെ നമുക്ക് നന്നായിട്ട് ഒരു മനസ്സിന്റെ ഒരു ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫുൾഫിൽമെന്റ് മനസ്സിന് കിട്ടും. അങ്ങനെ കുറച്ച് സമയം ആദ്യം നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ അറിയുമ്പോൾ കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ ഓവർകം ചെയ്യാൻ തയ്യാറായിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങും. അങ്ങനെ പാതി വഴി നിർത്തിയവരൊക്കെ അവരെ പഠിത്തം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയിട്ട് നല്ല ഒരു ജോബൊക്കെ നേടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാല് അതെ, ആരോ മല മറിക്കുന്ന പണിയാലെ, ഇവിടെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഡയലോഗുകളാണത്. എന്താ ഇപ്പൊ ഇവിടെ, പക്ഷെ അതാരും കാണുന്നില്ല നമ്മൾ എടുക്കുന്ന ജോലി. പിന്നെ എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെറിയ ആവശ്യത്തിനാണെങ്കിലും
പോലും നമ്മളിങ്ങനെ അല്ലെ ഹസ്ബൻഡിന്റെ മുന്നിലാണെങ്കിലും എനിക്ക് അതിന് ക്യാഷ് ഇതിന് ക്യാഷ് അല്ലെ. പിന്നെ എന്ന് പറഞ്ഞാല് നമ്മുടെ പാരന്റ്സിന് നമുക്ക് എല്ലാവരും ഇങ്ങനെ പലതും വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മുടെ പാരന്റ്സിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും. നമ്മുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരുപാട് കാലം ഇങ്ങനെ ഇവരുടെ മുന്നിൽ ക്യാഷിന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഏൺ ചെയ്തൊരു ക്യാഷ് കൊണ്ട് നമ്മളെ പാരന്റ്സിന് കെയർ ചെയ്തൂടെ? ഇപ്പോ നമ്മളിപ്പോ എല്ലാ ഫാമിലിയിലും ഇപ്പോ ഗേൾസും ബോയ്സും ഉണ്ടായിരിക്കില്ല, ബ്രദേഴ്സ് ഇല്ലാത്ത മക്കളുണ്ടാവും. അപ്പൊ അവർക്കിപ്പം എല്ലാ ആൺകുട്ടികളുള്ള മക്കൾ പലതും ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇവരുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾക്ക് അവരെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ മെഡിസിന്റെ ക്യാഷ് അല്ലെ അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റൂലേ? നമ്മുടെ പാരന്റ്സിന് ഒരാളുടെ മുന്നിൽ നമ്മുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ നമ്മൾക്ക് തന്നെ കെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പൊ ഇത്തരം സിറ്റുവേഷനിലൊക്കെ നമ്മൾക്ക് ഇവരെ സർവൈവ് ചെയ്ത് അപ്പൊ അതിലൂടെയൊക്കെ നമ്മൾക്ക് തന്നെ ഒരു മനസ്സിന് കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. അത് നമ്മളിങ്ങനെ എന്നും കിട്ടുന്ന ഈ ഒരു ജോലിയിൽ നിന്നും നമുക്ക് കിട്ടത്തുമില്ല. നമ്മൾക്ക് ആരും അതിനൊരു പോസിറ്റീവ് മെന്റാലിറ്റി അതിലൂടെ തരൂല്ല. പിന്നെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു വീട്ടില് കുറച്ച് സമയം ഇതില് ഞാൻ പറഞ്ഞ കുറെ നെഗറ്റീവ് കമന്റ്സ് കിട്ടും, അതന്നെ നമ്മുടെ മൈൻഡിൽ പോയി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ടെൻഷനാണ്, ഒന്നും ആയില്ല, വെറുതെ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നത്, രാവിലെ ആവുന്ന വൈകുന്നേരം ആവുന്ന, ഇതിലിപ്പോ എന്താ ഉള്ളത്, ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിച്ച് കുറെ അസുഖങ്ങൾ ഉണ്ടാക്കി കുറച്ചു കാലം കഴിയുമ്പോൾ അവിടെ വേദന, പിന്നെ ചിലർക്ക് മൈഗ്രെയിന്റെ പ്രശ്നം, ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും ഒരു ലേഡി പിന്നെ ഒരു 30-40 വയസ്സാകുമ്പോൾ ഉണ്ടാവും. എന്നാൽ വളരെ നമ്മൾ ഉള്ള സമയം വളരെ ടൈം മാനേജ്മെന്റോട് കൂടിയിട്ട് നമ്മൾ മാക്സിമം ജോലികൾ ഒതുക്കിയിട്ട് ബാക്കി സമയം നമ്മൾ ഏൺ ചെയ്യാനോ പഠിക്കാനോ മാറ്റി വെക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് നമ്മുടെ സമയം നമുക്കിവിടെ ബാക്കി മോശം ചിന്തിക്കാനുള്ള സമയവും ഇല്ല. നമ്മൾക്ക് ഇതിലൂടെ നല്ല സന്തോഷവും കിട്ടും, നമ്മുടെ ബോഡി ഹെൽത്തും പിന്നെ നന്നായിരിക്കും ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കുറെ സമയം ചിന്തിക്കാൻ സമയം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾക്ക് കുറെ ടെൻഷൻ വരുന്നത്. ആ സമയം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ കിട്ടുന്നില്ല, വളരെ നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആവുന്നുണ്ട് ഒരു ദിവസത്തെ എല്ലാ സമയവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചിന്തിക്കാനും സമയമില്ല, നമ്മൾ ഫുള്ളി ഹെൽത്തി ആയിട്ട് മാറും. ഇങ്ങനെ കുറെ സംഭവങ്ങളാണ് നമുക്ക് ഒരു എഡ്യൂക്കേഷനിലൂടെ കിട്ടും നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെ എഡ്യൂക്കേഷൻ നേടാം? ഓൺലൈൻ ആയിട്ടുള്ള കുറെ ജോബുകൾ, ഓൺലൈനായിട്ട് ജോബ് ഉണ്ട്, അതുപോലെ ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യാനൊക്കെ ശ്രമിക്കാം. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലേഡി ഇപ്പം പുറത്ത് ജോലിക്കൊക്കെ തയ്യാറെടുക്കുന്ന സമയത്ത് നമുക്കറിയാം വീട്ടിലെ റെസ്പോൺസിബിലിറ്റി എത്ര ഇക്വാലിറ്റി പറഞ്ഞാലും നമ്മളെ ഗേൾസിന് തന്നെ ഉള്ള കുറെ പണ്ട് ആരോ പറഞ്ഞ് തലയിൽ വെച്ചതാണ്, അതിനിപ്പം കുറെ മാറി മായിച്ചിട്ട് അടിയിൽ ഇനിയും കുറെ മായാണ്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഹൗസിന്റെ വീട്ടിലെ ക്ലീനിങ് കാര്യങ്ങള്, പിന്നെ നമ്മുടെ കുട്ടികളുടെ കെയറിങ്, അതൊക്കെ ചെയ്യുന്നത് നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ്. ഒരിക്കലും അത് നമ്മളുടെ മാത്രം ഒരു ജോലിയാക്കി മാറ്റുമ്പോഴാണ് നമുക്കതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. നമ്മളത് നമ്മുടെ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്കത് പ്രശ്നമാവുന്നില്ല, പക്ഷെ അത് അവൾ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഒതുക്കിയിട്ട് ബാക്കി സമയം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ പഠിത്തത്തിന് വേണ്ടിയിട്ടും ഇതിനും വേണ്ടി മാറ്റി വെക്കുക. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് നല്ലൊരു ടൈം മാനേജ്മെന്റ് ആണ്. നമ്മൾക്ക് ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള നല്ലൊരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ പ്ലാനിങ്ങിനോട് കൂടെ നമ്മളൊരു ദിവസത്തെ 24 ഹവർ ആണെങ്കിൽ അതിൽ നമ്മൾ സ്ലീപ്പിംഗ് ടൈം, നമ്മുടെ വർക്ക് ടൈം, നമ്മുടെ വീട്ടിലെ ടൈം, കുട്ടികളുടെ കൊടുക്കേണ്ട ടൈം, ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു ടൈം മാനേജ്മെന്റ് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫാമിലിയിൽ നല്ല റെസ്പോൺസിബിലിറ്റി കൊടുക്കാനും പറ്റും. നമ്മളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട്, നമ്മുടെ ഒരു പഠിത്തവും അതുപോലെ നമ്മുടെ ക്വാളിറ്റി ടൈം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇനി എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ടുള്ള ജോബിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു പോകാൻ എല്ലാവരും സമ്മതിക്കാറില്ല, എല്ലാ ഫാമിലിനും പുറത്തു പോകാൻ ചിലപ്പോൾ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ ജോബ് അതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് അതിലൂടെ എന്ത് ചെയ്യാം, സർവൈവ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കാം. ഒന്നുമില്ല. ഓക്കെ, എന്തായാലും കുറെ പഴയ കാലത്തിലേക്കൊക്കെ പോവാനായിട്ട് സാധിച്ചു മാമിന്റെ ആ ഒരു മീനിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ. ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരാൾ വിചാരിക്കും എന്നെ പറ്റി ആയിരിക്കും ഈ പറയുന്നത്, പക്ഷെ ഇത് ഇതിലിരിക്കുന്ന എല്ലാ സ്ത്രീകളും നമ്മള് ലൈഫിൽ അഭിമുഖീകരിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലംസ് ആണ്. അപ്പൊ വിവാഹം കഴിക്കുമ്പോ അതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും. പക്ഷെ അവിടെയാണ് മല പോലെ പ്രശ്നങ്ങൾ വരുന്നത് ഈ പറഞ്ഞ പോലെ. അപ്പൊ ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വിവാഹം കഴിച്ചു. പക്ഷെ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ കിടന്ന് ഇപ്പൊ സെപ്പറേറ്റ് ആയതിനു ശേഷം പുറത്തൊന്നും പോവാതെ അകത്ത് തന്നെ ഇരുന്ന് പഠിച്ചു. ട്യൂഷൻ എടുത്തു, കൊച്ചുമക്കളെ ട്യൂഷൻ എടുത്തു. അങ്ങനെ കിട്ടിയ ക്യാഷ് കൊണ്ട് പഠിച്ചു. അങ്ങനെ ഒരുപാട് ഇപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അതിനെ സെർച്ച് ചെയ്ത് അതിനെ കീറി മുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് വേറെ ഒരു യൂണിവേഴ്സിറ്റിയിലേ നമുക്ക് പോകണ്ട, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു മൊബൈൽ യൂസ് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാം. പല കോഴ്സുകളും ഇതുപോലെ ജോയിൻ ചെയ്ത് പഠിച്ചു. ഇപ്പോ അല്ലാതെ തന്നെ സ്വന്തമായിട്ട് ഓരോ വിക്കിപീഡിയയിൽ അതിലൊക്കെ കയറി സെർച്ച് ചെയ്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടീമിനെ എനിക്ക് അത്രത്തോളം എന്നെ ഫൈസൽ സാറിനെ അറിയാന്നുള്ളതാണ് അദ്ദേഹം ഇതിലേക്ക് എന്നെ കൊണ്ടുവന്നത് തന്നെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പോലും. അപ്പൊ നമുക്ക് പഠിച്ച് ഇതുപോലെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ സംസാരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് ഞാൻ ആ ഒരു എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് കൊണ്ടുവന്നതിന്റെ ഇതിൽ തന്നെ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻട്രോവേർട്ടായ ക്യാരക്ടർ, മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും പഠിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നന്നായിട്ട് സംസാരിക്കാൻ, കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് തെറാപ്പികൾ, കോഴ്സുകൾ, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ സാറിന്റെ തന്നെ ട്രെയിനേഴ്സിന്റെ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ഒരുപാട് ഇത് ഓൺലൈൻ വഴി നമുക്ക് പഠിക്കാനും എല്ലാത്തിനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്ന് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അതായത് മെന്റലി അവർ ഡൗൺ ആവുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ കഴിവുകൾ ഉണ്ടല്ലോ എന്ന് കരുതി ഒന്ന് പെട്ടെന്നൊന്ന് ഉയർത്തെഴുന്നേക്കണമെങ്കിൽ തന്നെ അവനവന്റെ കഴിവുകളെ കുറിച്ച് അറിയണം. അപ്പൊ വിദ്യാഭ്യാസം എല്ലാത്തിനും ഒരു കീ ആണ്. അപ്പൊ എല്ലാവരും മാമിന്റെ വാക്കുകൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തുന്ന മാമിന് ഓക്കെ, ഇനിയെങ്കിലും നമ്മുടെ പാരന്റ്സ് കുറെ സ്വപ്നം കെടുത്ത്, ഇനി നമ്മളാണ് ഇനിയുള്ള പാരന്റ്സ്. അപ്പൊ ഇവിടെ നമ്മുടെ മക്കൾക്ക് കുറെ സ്വർണ്ണം ഒരു കൂട്ടി വെക്കുന്നതിലുപരി അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് കല്യാണം കഴിക്കാൻ ശ്രദ്ധിക്കും. അങ്ങനെ മുതലാണ് ഇവിടുന്ന് പ്രശ്നം തുടങ്ങുന്നത്. അപ്പൊ അതിലുപരി ഇവര് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ആഫ്റ്റർ മാരേജ് എന്നുള്ള ആ ഒരു രീതിയിൽ ഇനി നമ്മളായ പാരന്റ്സ് ആ ഒരു രീതിയിൽ പോവാ. അപ്പൊ നമ്മൾ ലക്ഷക്കണക്കിന് പൈസ മുടക്കിയിട്ട് നമ്മളെ ഒരു വ്യക്തിത്വം ഉണ്ടാക്കി തരികയല്ല ചെയ്തത്. ലക്ഷക്കണക്കിന് ക്യാഷ് മുടക്കി ഒരു ശമ്പളം ഇല്ലാത്തൊരു ജോലിക്കാരിയാക്കുകയാണ് ചെയ്തത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ അല്ലേ? അപ്പോ എന്റെ പേരൻസ് ഒക്കെ ഈ ഉറുമ്പ് അരി ശേഖരിക്കുന്ന പോലെ സ്വർണം വാങ്ങിച്ചു കൂട്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് കിട്ടിയ ക്യാഷ് ഞാൻ ഉണ്ടാക്കുന്നത് എന്റെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി തന്നെയാണ് ഞാൻ ചെലവാക്കിയത്. എന്റെ എഡ്യൂക്കേഷനിലും മറ്റു കാര്യങ്ങളും. വേണമെങ്കിൽ സ്വർണം ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയിടാം, പണമൊക്കെ വരും പോവും. പക്ഷെ എഡ്യൂക്കേഷൻ നമുക്ക് അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് പോയത് തന്നെയാണ്. നമുക്ക് പോയ സമയം തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പൊ മാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഒരു സ്ത്രീക്ക് എന്തിനാണ് വിദ്യാഭ്യാസം, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു തന്നു. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു സംസാരമായിരുന്നു. എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. മാം ഇത്രയും നേരം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തെന്ന്, അതുപോലെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്ന ഓരോ മെമ്പേഴ്സിനും, പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണിച്ചെത്തിയ നമ്മുടെ ഫാസില മാമിന് ഞാൻ എന്റെയും നമ്മുടെ പിങ്ക് ജോബിന്റെ എല്ലാ ഭാരവാഹികളുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു മാം. ഇനിയും നമ്മള് മാമിന്റെ ഇതുപോലുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ ഇവിടെ? പറഞ്ഞോളൂ. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിനൊരു സന്തോഷം തോന്നും. അതെ, ചില കാര്യങ്ങള് ചില സ്ഥലത്ത് പറയാൻ ഒരു പേടിയുണ്ടായി, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വീണ്ടും പ്രശ്നമാവും എന്നുള്ള. അപ്പൊ അങ്ങനെയുള്ളവർക്ക് താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും എൻഗേജ് ആണെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അത് ഞാൻ എന്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് മുതൽ പഠനം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഗൾഫിൽ പോയ സമയത്ത് കുറഞ്ഞ സമയം ആ സമയത്ത് ഞാൻ
പുള്ളി എന്താ പറയാ ഒന്നും ചെയ്തില്ല, പഠിക്കുകയും ചെയ്തില്ല, ജോലിക്ക് പോവുകയും ചെയ്തില്ല. അത് എന്നെ വല്ലാതെ ബാധിച്ചു. അപ്പൊ പറയാറുണ്ടല്ലോ, ഞാൻ പഠിച്ചിട്ടുണ്ട്, നമ്മളെപ്പം പഠനം അവസാനിപ്പിക്കുന്നു അപ്പൊ നമ്മുടെ മരണം സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഗൾഫ് നിർത്തി നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് ഒരാളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ റോഡ് ക്രോസ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ. ഇപ്പം ഞാൻ ഒരുപാട് മാറി, ഞാൻ വീണ്ടും പഠനം തുടങ്ങി, ജോലിയിൽ കയറി, ഇപ്പൊ ഹാപ്പിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ എല്ലാ പ്രത്യേകിച്ച് സ്ത്രീകളോട് നമ്മള് ഇപ്പൊ ആകുമ്പോ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, പോയി പഠിക്കേണ്ടതല്ലല്ലോ മാം പറഞ്ഞതുപോലെ. ഓൺലൈനായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മൾ പഠിക്കാമല്ലോ. അപ്പൊ ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന്, നമ്മൾ പഠനം അവസാനിക്കുന്നില്ലല്ലോ, നമുക്ക് ഒരുപാട് പഠിക്കാനല്ലോ, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ടല്ലോ. അപ്പൊ എല്ലാവരും തന്നെ പഠനം നമ്മൾ ഒരിക്കലും അവസാനിക്കുക, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കാൻ വേണ്ടിട്ട് എല്ലാ സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണം. എന്തായാലും നമുക്ക് നല്ല കുറെ അറിവുകൾ പറഞ്ഞു തന്നു ഫാസില മാം. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു നല്ല ടോക്കായിരുന്നു. സാധാരണ നമ്മളെ പോലുള്ള സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്.